നമസ്കാരം, ഞാൻ നിപിൻ നിരവത്ത്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാറുണ്ടോ? നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാറുണ്ട്. അതിനുവേണ്ടി ഒരുപാട് സമയവും നമ്മൾ കണ്ടെത്താറുണ്ട്. അതുപോലെ അവരുടെ സ്നേഹത്തിന് വേണ്ടി ചിലപ്പോൾ ഏത് ത്യാഗവും വരെ സഹിച്ചു കളയും, അങ്ങേയറ്റം വരെ നമ്മൾ പോയി. എന്നാൽ നമ്മൾ നമുക്ക് വേണ്ടി എപ്പോഴെങ്കിലും സമയം മാറ്റി വെച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും വയ്ക്കാറില്ല, ചെയ്യാറുമില്ല, അല്ലേ? സെൽഫ് ലവ് എന്ന് കേട്ടിട്ടുണ്ടോ? ചിലർക്കുള്ളതും എന്നാൽ ചിലർക്ക് ഇല്ലാത്തതുമായ ഒരു കാര്യമാണ് ഈ സെൽഫ് ലവ്. സ്വയം സ്നേഹിക്കുക അല്ലെങ്കിൽ സെൽഫ് ലവ് എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമായി സ്വയം കരുതുന്നതാണ്. ഈ സ്വയം സ്നേഹിക്കുന്ന ഒരിക്കലും സ്വാർത്ഥമായ ഒരു കാര്യമൊന്നുമല്ല, മറിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കാൻ ആവശ്യമായ കഴിവ് സൃഷ്ടിക്കാനുള്ള ഒരു അടിസ്ഥാനമാണ് സെൽഫ് ലവ്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് നമ്മെ തന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് എന്ന് എത്ര പേർക്കറിയാം. ഒരാൾ സ്വയം സ്നേഹിക്കാൻ ആരംഭിക്കുന്നത് മുതൽ അയാൾ കാണുന്ന ലോകം തന്നെ മാറും, ചുറ്റുപാടുകൾ മാറും. നമ്മൾ സ്വയം സ്നേഹിക്കാൻ ആരംഭിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ കഴിവുകളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചിട്ടും സ്വയം അവബോധമുണ്ടാക്കാനായിട്ട് താങ്ങും. കേൾക്കുമ്പോൾ കുറച്ച് ഒബ്വിയസ് ആയിട്ട് തോന്നുന്നുണ്ടാവില്ലേ? ഇത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. നാട്ടുകാർ പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് സ്വയം വിലയിരുത്തുന്നവരുണ്ട് നമ്മളെ തന്നെ. ഈ ഒരു കാര്യം സെൽഫ് ലവ് വരുന്നതോടുകൂടി ഇല്ലാണ്ടാവും. അവർക്ക് അവരെ തന്നെ സ്വയം മനസ്സിലാക്കുന്നിടത്ത് എല്ലാവിധ ഇൻസെക്യൂരിറ്റി ഫീലിങ്സുകളും ഇല്ലാതായി മാറും. അത് ഒരാളുടെ സ്ട്രെസ്സ് ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും. ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ നമ്മളെ സ്വയം പ്രാപ്തമാക്കുകയാണ് ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി. അതുപോലെ ഏതൊരു കാര്യത്തിലും മുന്നിട്ടിറങ്ങാനും ഓരോ കാര്യത്തിൻ്റെയും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും മനസ്സിലാക്കാനായിട്ടും ഇത് വളരെയധികം ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം എന്തൊക്കെയോ ചില കാര്യങ്ങൾ നല്ലതാണെന്ന് തോന്നിയില്ലേ? മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകുമ്പോൾ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നുവോ അതേ രീതി തന്നെ നിങ്ങളോട് തന്നെ പെരുമാറുക. നിങ്ങൾ ആരാണെന്ന് സ്വയം തിരിച്ചറിയുക, അംഗീകരിക്കുക. നിങ്ങൾക്ക് നേരെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള അനാവശ്യമായ വിമർശനങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ അങ്ങ് അവഗണിക്കുക. നമ്മളെക്കാൾ മികച്ച ആളുകൾ ഒരിക്കലും നമ്മളെ അനാവശ്യമായി വിമർശിക്കില്ല. നമ്മളോടൊപ്പം എത്താൻ കഴിയാത്തതിൻ്റെ ഫ്രസ്ട്രേഷനുള്ള ആളുകളാണ് നമ്മളെ അനാവശ്യമായി വിമർശിക്കുന്നത്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളോടൊപ്പമുള്ള ഓരോ വ്യക്തികളും നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെയാണ് സ്നേഹിക്കേണ്ടത്. അത് നിങ്ങളുടെ കടമയാണ്, ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ആത്മവിശ്വാസം വളരുന്നത് നമ്മൾ തന്നെ നമ്മളെ സ്നേഹിക്കുന്നതിൽ നിന്നെ ആത്മസ്നേഹത്തിൽ നിന്നായിരിക്കണം. അതുപോലെ തന്നെ ക്ഷമിക്കാനും നല്ലത് കാണാനുമുള്ള കഴിവിൽ നിന്നാണ് മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്നേഹ അനുഭൂതിയും അനുകമ്പയും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്ന് നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നതാണ്. ഈ ലോകത്തിലെ മഹത്തായ പല വ്യക്തികളും നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ സ്വയം സ്നേഹിക്കുന്നതായി കാണാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും അവർ സ്വയം മുൻഗണന നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം സ്വയം സ്നേഹിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കാനോ അവരിൽ മാറ്റങ്ങൾ വരുത്താനോ കഴിയില്ല എന്ന് അവർക്ക് നല്ല ഉദ്യമമായ ബോധ്യമുണ്ട്. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ തന്നെ ഉള്ളിലാണെന്ന സത്യം ആദ്യം മനസ്സിലാക്കി കഴിയണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായത് ആത്മസ്നേഹമാണെന്ന കാര്യവും ഓർമ്മയിൽ വെക്കുക. നിങ്ങൾ സ്വയം എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലാണ് എല്ലാം. നിങ്ങൾ സ്വയം ആഗ്രഹിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, പുറമെ ഒരു മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളിൽ മാറ്റം കൊണ്ടുവരിക. ആ മാറ്റത്തിന് വേണ്ടി മാനസികമായി തയ്യാറെടുക്കുകയാണ് ആദ്യം വേണ്ടത്. സ്വയം സ്നേഹിക്കുക എന്ന് വെച്ചാൽ ഏറ്റവും നന്നായി സ്വയം മനസ്സിലാക്കുക എന്നതാണ്. അതായത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തി മാത്രമല്ല, നിങ്ങളുടെ തെറ്റെന്തൊക്കെയാണെന്ന് പഠിക്കാനുള്ള ധൈര്യവും നമുക്ക് സ്വയം ഉണ്ടായിരിക്കണം. തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വിജയങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാനായിട്ടൊക്കെ നമ്മളെ സഹായിക്കണം. നമ്മൾ സ്വയം നമ്മളെ സഹായിക്കണം. ഇതിലൂടെ നിങ്ങൾക്കൊന്നിൽ കൂടുതൽ ജയങ്ങളുണ്ടാകും, അല്ലെങ്കിൽ പുതിയതായി ഒരു പാഠം നിങ്ങൾ പഠിക്കും. ഇത് രണ്ടും നമ്മളുടെ നന്മയ്ക്കായിട്ടാണെന്ന് നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കുക. ഒരാളുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങളുടെ രൂപത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ അലട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചോ നിങ്ങൾക്ക് തോന്നുന്ന നെഗറ്റീവ് ചിന്ത എന്താണോ, അപകർഷതാബോധമോ അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയാണോ അതൊക്കെ കാര്യങ്ങൾ നിങ്ങളൊരു ഷീറ്റ് പേപ്പറിൽ എഴുതുക. നിങ്ങളുടെ ശരീരം, ചർമ്മത്തിൻ്റെ നിറം, വലുപ്പം, ശൈലി, ഭാഷയിലുണ്ടാകുന്ന തെറ്റുകൾ, അങ്ങനെ പലതും നിങ്ങളെ തൃപ്തിപ്പെടുത്താത്ത പല കാര്യങ്ങളും, എന്നിലുള്ള കുറവെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഒരു പേപ്പറിൽ എഴുതുക. നിങ്ങൾ സ്ഥിരം വിമർശിക്കുന്ന, നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്ന, അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഇളിഭനായി പോവേണ്ട വരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതുക. കൂടാതെ നിങ്ങളുടെ ഭയം,
ഭാവിയെക്കുറിച്ചിട്ടുള്ള ആകുലതകൾ, നിങ്ങൾ ഏറ്റവും നന്നാക്കാനായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ എഴുതുക. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന, നിങ്ങളെ ശല്യപ്പെടുത്തുന്ന എന്തും അതൊക്കെ എഴുതുക. നിങ്ങൾ എഴുതി പൂർത്തിയായി കഴിഞ്ഞാൽ ആ പേപ്പർ കത്തിക്കുക. അതോടെ ആ ചിന്തകളും വികാരങ്ങളും നമ്മൾ ഉപേക്ഷിക്കുന്നതായിട്ട് മനസ്സിനെ പറഞ്ഞ് ഭാഗപ്പെടുത്തുക. അതൊരു ഇമാജിനറി തോട്ടാണ്. അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ആശ്വാസവും സമാധാനവും അനുഭവപ്പെടാൻ തുടങ്ങും. ഞാനിപ്പോൾ എൻ്റെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് സ്വയം മനസ്സിനോട് പറയാം. നിങ്ങൾ സ്വയം സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവരെക്കുറിച്ച് നമുക്കൊരു ഏകദേശ ധാരണയൊക്കെ ഉണ്ടാവണം. നിങ്ങളുടെ വളർച്ചയിൽ താല്പര്യമുള്ള ആളുകളാണോ നിങ്ങൾക്ക് ചുറ്റുമുള്ളത് എന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കണം. അതോ നിങ്ങളുടെ വിജയങ്ങൾ നിസ്സാരവൽക്കരിക്കുന്നവരാണോ, അതിൽ അസൂയ പൂണ്ട് നമ്മളെക്കുറിച്ചിട്ട് കുശുമ്പുകൾ മറ്റിടങ്ങളിൽ പറയുന്നവരാണോ എന്നിങ്ങനെയൊക്കെ നമ്മുടെ സമയം വെറുതെ നഷ്ടപ്പെടുത്തി നമുക്ക് സങ്കടമുണ്ടാക്കുന്നവരാണോ എന്നൊക്കെ ഒന്ന് സ്വയം മനസ്സിലാക്കിയെടുത്തതിന് ശേഷം അത്തരം ഇടങ്ങളിൽ നിന്ന് നമ്മൾ മാറുക, അത്തരം കൂട്ടുകെട്ടുകളിൽ നമ്മൾ മാറുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മോശം ആളുകളെ ഒഴിവാക്കുന്നത് ഒരിക്കലും തെറ്റല്ല. ഈ ആളുകൾ നിങ്ങളുടെ വഴി തെറ്റിക്കും. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് വേറിട്ട് നിങ്ങളുടേതായ ഒരു വഴി സൃഷ്ടിക്കുന്നതാണ് നല്ലത്. എതിർപ്പുകളുണ്ടാവും. ആ എതിർപ്പുകൾ തന്നെയാണ്, പുതിയ വഴികൾ വെട്ടിയവർ തന്നെയാണ് പുതിയ ലോകത്തിന്, പുതിയ കാഴ്ചകൾക്ക് കാരണമായിട്ടുള്ളവർ കണ്ടിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ രൂപത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുക. നിങ്ങൾ എങ്ങനെ കാണപ്പെടുന്നു എന്നതിനെക്കുറിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ ആവാൻ പറ്റും. നിങ്ങളുടെ മുഖത്തും ദേഹത്തുമുള്ള എല്ലാ പാടുകളും അടയാളങ്ങളും ചുളിവുകളും ജീവിതത്തിലെ നിങ്ങളുടെ വേറിട്ട ജീവിത അനുഭവങ്ങളുടെയും കഠിന പ്രയത്നങ്ങളുടെയും ഒക്കെ തെളിവുകളാണ്. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ അകമയും പുറമെയും സുന്ദരന്മാരാണ്. ഇങ്ങനെ നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ വളരെയധികം സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കും. മനോഹരമായ മനസ്സിനെ രൂപപ്പെടുത്തുന്നതിന് നിങ്ങളുടെ ഊർജത്തെ കൃത്യമായി ഉപയോഗിക്കുക. അതിലൂടെ നിങ്ങളുടെ കാഴ്ചപ്പാടുകളിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല ആളുകളും വരും പോകും. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാത്രമാണ് സ്ഥിരമായിട്ടുള്ളത്. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങളുടെ ആഗ്രഹങ്ങളിലൂടെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. സ്വന്തം സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറവേറ്റുവാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിങ്ങൾ നിങ്ങളെക്കുറിച്ചിട്ട് മോശം കാര്യങ്ങളും നെഗറ്റീവ് ചിന്തകളും വെച്ച് പുലർത്തരുത്. ഇത്തരം താഴ്ത്തിക്കെട്ടലുകൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും മാനസികമായിട്ടുള്ള ആരോഗ്യത്തെയും സാരമായിട്ട് ബാധിക്കും. സ്വയം സ്നേഹിക്കാൻ തുടങ്ങുന്ന വ്യക്തി ഏറ്റവും ആദ്യം ഒഴിവാക്കേണ്ട ഒരു കാര്യമാണിത്. ആരോഗ്യമുള്ള ശരീരവും സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ സ്നേഹിക്കണം. കാരണം ഇത് രണ്ടും പരസ്പരം കണക്റ്റഡാണ്. മനസ്സ് അസ്വസ്ഥമായാൽ ആരോഗ്യമില്ലാതാകും. ശരീരം ശ്രദ്ധിക്കാതെ മനസ്സിന് മാത്രം പ്രാധാന്യം നൽകിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് രണ്ടും ഒരുപോലെ കരുതേണ്ട കാര്യങ്ങളാണ്. സ്വയം നിങ്ങളെക്കുറിച്ചിട്ട് ആഴത്തിൽ മനസ്സിലാക്കാനും വ്യക്തി ജീവിതം മെച്ചപ്പെടുത്താനും ബന്ധങ്ങൾ, കരിയർ എന്നിവയുടെ ഗ്രോത്തിന് സഹായിക്കുന്ന ടൈം മാനേജ്മെൻറ്റ് ഉൾപ്പെടുന്ന വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അവ ബോധപൂർവം വായിക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യം സ്വയം സ്നേഹിക്കുക. അതിലൂടെ മറ്റുള്ളവരെ ആത്മാർത്ഥവും പൂർണ്ണ ഹൃദയത്തോടും കൂടി സ്നേഹിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ഹാവ് എ ഗ്രേറ്റ് ഡേ.